കേരള ഗവർണർ സംഘപരിവാറിന്റെ ചട്ടുകമാണ് എന്ന് നേരത്തെ തെളിഞ്ഞതാണ്. കേരള, കാലിക്കറ്റ് സർവകലാശാല സെനറ്റുകളിലേക്ക് യൂണിവേഴ്സിറ്റി നിർദ്ദേശിക്കാത്ത പേരുകൾ ഗവർണർക്ക് എവിടെ നിന്നു കിട്ടിയെന്ന് മുഖ്യമന്ത്രി തന്നെ ചോദ്യമുന്നയിച്ചിരുന്നു. കേരള സർവകലാശാല സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച പേരുകൾ BJP ജില്ലാ നേതൃത്വം നൽകിയതാണ് എന്ന് പറഞ്ഞത് മനോരമയാണ്. കുറച്ച് ദിവസങ്ങളായി തെരുവിലിറങ്ങി കലാപത്തിന് ആഹ്വാനം ചെയ്യുന്ന ഗുണ്ടയെയാണ് ഗവർണറിൽ നമ്മൾ കാണുന്നത്. സംസ്ഥാനത്തിന്റെ ക്രമസമാധാന നില തകർക്കാനും അതുവഴി ഭരണത്തെ തന്നെ അട്ടിമറിക്കാനുമുള്ള BJPയുടെ ഗൂഢശ്രമമാണ് ഇത്. ഗവർണർ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിസഭയുടെയും നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കേണ്ട വ്യക്തിയാണ്. എന്നാൽ കേരള ഗവർണർ പ്രവർത്തിക്കുന്നത് BJP നേതൃത്വത്തോട് കൂടിയാലോചിച്ച് അവർ പറയുന്നത് അനുസരിച്ചാണ്. അതിനുള്ള കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. സർവകലാശാല സെനറ്റുകളിൽ BJP പ്രവർത്തകരെ നിയമിച്ചതിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോഴാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാല ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കണം എന്ന് വാശി പിടിച്ച് എത്തുന്നത്. എരുതിയിൽ എണ്ണയൊഴിച്ച് വിദ്യാർത്ഥികളെ പ്രകോപിപ്പിക്കാൻ ആയിരുന്നു ഇത്. കരിങ്കൊടി കാണിച്ച SFI പ്രവർത്തകരെ ശനിയാഴ്ച രാത്രി 8:30 അറസ്റ്റ് ചെയ്ത് നീക്കിയ ശേഷം BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് P രഘുനാഥ്, മലപ്പുറം ജില്ലാ പ്രസിഡന്റ് രവി തേലത്ത്, കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി K ഗണേശൻ തുടങ്ങി 10 പേർ ഗസ്റ്റ് ഹൗസിലെത്തി ഗവർണറുമായി രഹസ്യ യോഗം നടത്തി എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മറ്റു താമസക്കാരെയെല്ലാം നേരത്തെ തന്നെ ഒഴിവാക്കിയിരുന്നു. അടച്ചിട്ട മുറിയിൽ BJP നേതാക്കളുമായി 1 മണിക്കൂറാണ് ഗവർണർ ചർച്ച നടത്തിയത്. ഇന്ന് ഗവർണർ പങ്കെടുക്കുന്ന സെമിനാറിൽ BJP RSS പ്രവർത്തകരെ എത്തിക്കാനും പ്രതിഷേധമുണ്ടായാൽ ഇവരെ ഇടപെടുത്തി സംഘർഷമുണ്ടാക്കാനുമാണ് നീക്കം എന്നാണ് പറയപ്പെടുന്നത്. SFI സമരം നേരിടുന്നതും സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പും ചർച്ച ചെയ്തത്രേ. ഇതിനു പുറമെ ഞായറാഴ്ച വൈകിട്ട് സെനറ്റിലേക്ക് ഗവർണർ നിർദ്ദേശിച്ച BJP കോൺഗ്രസ് അനുകൂലികളായ 8 പേരുടെ യോഗവും ഗസ്റ്റ് ഹൗസിൽ ചേർന്നു. സെനറ്റ് യോഗം 21-ാം തീയതി ചേരാനിരിക്കെ എന്തിനാണ് ഇങ്ങനെ ഒരു യോഗം വിളിച്ചത് എന്നും സംശയം ഉണർത്തുന്നു.